ബിഗ് ബോസ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ റിയ വർക്ക് ചെയ്യുന്നുണ്ട്, റിയ എപ്പിസോഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അറിയോന്ന് അറിയില്ല, റിയ ഡബർ പടാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹഫീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്റെ കൊളീഗ്സ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോഴും ഷൂട്ടൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഫ്ലോറിനൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ട്. റിയ വരുമ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റിയ ആയിട്ട് സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസിലെ ആൾക്കാർ മുഴുവൻ വന്ന് ആരാന്ന് നോക്ക്, ലൈക്ക് അടിക്കുന്നു. കുറെ പേര് ആരൊക്കെയോ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, റിയ നിന്റെ കൂടെ ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കര അനക്കമാണ് ഇൻസ്റ്റാഗ്രാമിലെന്ന് പറഞ്ഞു. കുറെ പുതിയ ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ശരി. അപ്പൊ അതാണത്. അപ്പൊ അവര് അത് സ്കിൽഡായി ഇപ്പോ കുറെ ചെയ്ത് ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിന്റെ ഒരു മൈൻഡ് സെറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മള് കുറച്ച് പഠിച്ച്, എനിക്ക് നേരെ ചിലപ്പോ അവിടെ കയറിപ്പോയി ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മൾ ആ മൈൻഡ് ഗെയിം മനസ്സിലാക്കണം. ഏതൊരു വർക്കാണെങ്കിലും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ.